ഇനി മുതൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്ന് പറയുകയാണ് ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവായ റസാദ് തലൈനിക്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ പുതിയ നിർദ്ദേശങ്ങൾക്ക് പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രതികരണമുണ്ടായത്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് SCOയിലെ അംഗരാജ്യങ്ങളുമായി പ്രതിരോധ സൈനിക ശേഷി പങ്കിടാൻ ഇറാൻ തയ്യാറാണ്. നിയമവിരുദ്ധവും യുക്തിരഹിതവുമായ ആവശ്യങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറണമെന്നും റസാദ് തലൈനിക് പറഞ്ഞു. ഇറാന്റെ നേർക്ക് നടന്ന ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിന് പിന്നാലെ വാണിജ്യ ഇടനാഴിയായ ഹോർമുസ് കടലിടുക്ക് അടച്ചത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇത് സമാധാന ചർച്ചകളിൽ ഇറാന് മേൽക്കൈ നേടിക്കൊടുക്കുന്ന തരത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. ആണവ പദ്ധതിയുടെ കാര്യത്തിൽ കരാറാകാതെ തന്നെ ഹോർമുസ് തുറക്കാമെന്നാണ് ഇറാന്റെ പക്ഷം. മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ വഴി ഇക്കാര്യം അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം അമേരിക്ക ഉടനെ അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് അംഗീകരിക്കാൻ ട്രംപ് തയ്യാറായേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ആണവ പദ്ധതി ഇറാൻ പൂർണ്ണമായി അവസാനിപ്പിക്കണം എന്നതാണ് സ്ഥിരമായ ഒരു വെടിനിർത്തലിനെ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യം. ഹോർമുസ് കടലിടുക്കിന്മേൽ സമ്പൂർണ്ണ നിയന്ത്രണം വേണമെന്ന ഇറാന്റെ ആവശ്യത്തെ ട്രംപ് അംഗീകരിക്കുന്നുമില്ല. ഏപ്രിൽ 11-12 തീയതികളിൽ ഇറാന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടത്തിയ ചർച്ച പരാജയപ്പെടാൻ കാരണം ട്രംപിന്റെ ഈ നിലപാടായിരുന്നു. ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയതാണ് കരാറിന് തടസ്സമായതെന്ന് ചർച്ചയിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഇറാൻ തുറമുഖത്തേക്ക് പോക്കുവരവ് നടത്തുന്ന കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ഇറാനിലെ ആഭ്യന്തര സാഹചര്യങ്ങൾ മോശമാകുന്നുവെന്നും ഇറാൻ വലിയ തകർച്ചയെ നേരിടുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ കുറിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരിക്കുന്ന ഹോർമുസ് കടലിടുക്ക് എത്രയും വേഗം തുറന്ന് നൽകണമെന്ന് ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടു എന്നാണ് ട്രംപ് പറയുന്നത്. ഏകദേശം 2000-ഓളം കപ്പലുകളാണ് നിലവിൽ ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇറാന്റെ തുറമുഖങ്ങൾക്ക് എതിരെയുള്ള അമേരിക്കയുടെ ഉപരോധം പിൻവലിക്കണമെന്നും അതിന് പകരമായി ഹോർമുസ് കടലിടുക്ക് തുറന്ന് നൽകാം എന്ന ഒരു താൽക്കാലിക കരാറിന് തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഉപരോധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചോ മേഖലയിലെ വലിയ സംഘർഷങ്ങൾ പരിഹരിക്കുന്നത് സംബന്ധിച്ചോ രണ്ട് രാജ്യങ്ങളും ഇതുവരെ ഒരു ധാരണയിലും എത്തിയിട്ടുമില്ല.